Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ ക്ലിപ്പ് പ്ലെയിൻസ് എന്ന ഒരു മാക്രോ സ്ക്രിപ്റ്റ് ടൂളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്റീരിയർ ആർക്കിടെക്ചർ സീനുകളിലേക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു ടൂളാണിത്. ജോമെട്രീസിനെ വളരെ ഈസിയായി സ്ലൈസ് ചെയ്യുന്നതിനായി ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി ഇവിടെ എക്സ്ട്രൂഡ് ചെയ്ത ഈ ഒരു ടെക്സ്റ്റിലേക്കാണ് ക്ലിപ്പ് പ്ലെയിൻസ് യൂസ് ചെയ്തുകൊണ്ട് സ്ലൈസ് ചെയ്യാൻ പോകുന്നത്. ക്ലിപ്പ് പ്ലെയിൻസ് യൂസ് ചെയ്തുകൊണ്ട് സ്ലൈസ് ചെയ്യുന്നതിനായി ഏത് ഒബ്ജക്റ്റിനെയാണോ സ്ലൈസ് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടതാണ്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ക്ലിപ്പ് പ്ലെയിൻസിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി ഒരു ടെക്സ്റ്റിനെ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓൾട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എവിടെ വേണമെങ്കിലും ഇതിനെ പ്ലേസ് ചെയ്യാനും അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആംഗിളിൽ ഇതിനെ പ്ലേസ് ചെയ്ത് കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസ് എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ സ്ലൈസ് എന്ന മോഡിഫയറിലൂടെയാണ് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ആഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തതിന് ശേഷവും നമ്മൾ ഈ ഒരു മോഡിഫയർസ് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോഡലിന് ഒരു ചേഞ്ചും സംഭവിക്കാതെ തന്നെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്താവുന്നതുമാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഏതൊരു ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്ത് ക്ലിപ്പ് പ്ലെയിൻസ് യൂസ് ചെയ്ത് സ്ലൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ റിഫൈൻ മെഷ്, സ്പ്ലിറ്റ് മെഷ്, റിമൂവ് പോസിറ്റീവ്, റിമൂവ് നെഗറ്റീവ് തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസിൽ നെഗറ്റീവ് ഏരിയ അതുപോലെ പോസിറ്റീവ് ഏരിയ സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വളരെ ഈസിയായി ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസ് യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു ഒബ്ജക്റ്റിനെയും കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കട്ട് ചെയ്യുന്നതിന് പകരം ഒരു സെഗ്മെന്റ് റിഫൈൻ ചെയ്യണമെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് റിഫൈൻ മെഷ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസ് പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു മെഷ് ഇതുപോലെ റിഫൈൻ ആകുന്നതായി കാണാവുന്നതാണ്. നമുക്കൊരു ഒബ്ജക്റ്റിലേക്ക് എത്ര വേണമെങ്കിലും ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസിനെ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ സ്ലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ മെഷോട് കൂടിയ മോഡൽസിനെയും വളരെ ഈസിയായി ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസിലൂടെ സ്ലൈസ് ചെയ്യാവുന്നതാണ്. ഒബ്ജക്ട് സെലക്ട് ചെയ്ത് കൺട്രോൾ ഹോൾഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസിനെ അറേഞ്ച് ചെയ്ത് ഒരു ആംഗിളിലോ സ്ട്രെയിറ്റ് ആയോ ഹൊറിസോണ്ടലായോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഏതൊരു ഒബ്ജക്റ്റുകളെയും ഇതുപോലെ സ്ലൈസ് ചെയ്യാവുന്നതാണ്. ഒരു മോഡലിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്ലൈസ് പ്ലെയിൻ ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസ് യൂസ് ചെയ്തുകൊണ്ട് സ്ലൈസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഇതിന്റെ ഡയറക്റ്റ് ലിങ്ക് HMediaയുടെ വാട്സ്ആപ്പ് ചാനലിലും അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ HMediaയുടെ ക്രിയേറ്റീവ് ജേർണിയുടെ ഭാഗമാകുവാനും വാട്സ്ആപ്പ് ചാനലിൽ ആഡ് ചെയ്യുന്ന പ്രീമിയം റിസോഴ്സുകൾ ആക്സസ് ചെയ്യാവുന്നതുമാണ്. അടുത്തായി ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇതിനൊരു ബട്ടനായി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ക്ലിപ്പ് പ്ലെയിൻസിന്റെ ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. നമുക്കിത് ഡ്രാഗ് ചെയ്ത് 3ds Maxലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ക്ലിപ്പ് പ്ലെയിൻസ് ടൂൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന ഈ ഒരു വിൻഡോ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ക്ലിപ്പ് പ്ലെയിൻസിനെ ഒരു ബട്ടനായി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ടൂൾ ബാർസിൽ DD ടൂൾസ് എന്ന ഈ ഒരു കാറ്റഗറിയാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിപ്പ് പ്ലെയിൻസ് 2.01 എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ക്ലിപ്പ് പ്ലെയിൻസിനെ ഈ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്ത് ഇനി നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ 3D സീനുകളിൽ ജോമെട്രീസിനെ ഈസിയായി സ്ലൈസ് ചെയ്യുന്നതിനായി ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.